Show. എന്റെ മൺവീട് ഒലിച്ചുപോയി മാഷേ. ദീപു, ഉറപ്പുള്ള അടിസ്ഥാനത്തിലല്ല നീ അത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാ ഒലിച്ചുപോയത്. അത് ശരിയാണ് മാഷേ, പക്ഷേ വീട് ശരിയായി നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഉറച്ചതാകണം. അതെ ദീപു, മാഷ് പറഞ്ഞതാ ശരി. നല്ല ഉറപ്പുണ്ടെങ്കിലേ വീട് നിലനിൽക്കുകയുള്ളൂ. ദീപു, നീ ആ മണൽ വീടിന്റെ കാര്യം ഓർത്തേക്കാണ്ടവാ, നമുക്ക് കളിക്കാൻ പോവാം. ഹായ്, എന്ത് രസാ ഇവിടെയൊക്കെ. നീ വാ. അതെ ദീപു, നീ വാ, നമുക്ക് അവിടെയൊക്കെ കളിക്കാൻ പോകാം. നീ വാ വാ ദീപു. വാ, ഇനി മണലിലുള്ള കളിയൊക്കെ നിർത്തി നമുക്ക് അവിടേക്ക് പോകാം. വാ. ഞാൻ വരുന്നില്ല മാഷേ, എനിക്കൊന്നിനൊരു മൂടില്ല. ഞാൻ വരുന്നില്ല. ഷോ, ഈ ദീപുവിന്റെ ഒരു കാര്യം. മാഷേ, ഞാൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു. ഈ ദ്വീപിനിപ്പോൾ ആരുമായി ഒരു കൂട്ടുമില്ല. ഏത് സമയം ഫോൺ തന്നെയാ, ഫോൺ. ആരുമായിട്ട്? അതറിയില്ല, ഏത് സമയം ഫോൺ വിളിയാണ്. എന്തോ പന്തികേടുണ്ട്. അതൊക്കെ നിന്റെ തോന്നലുകൾ മാത്രമാണ്. ദീപുവിന് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും എന്തോ. ശരി, ഇനി നമുക്ക് ആ പുൽത്തകടിയിൽ പോയിരുന്ന് സംസാരിക്കാം. നല്ല രസകരമായ ദിവസം. ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ദിവസം, അല്ലേ ജോളി? ഇന്ന് ശരിക്കും ആഘോഷിച്ചു. പാട്ടും താളവുമൊക്കെയായി അടിച്ചു പൊളിച്ചു. അത് ശരിയാ, പക്ഷെ ദീപുവിന് ഇതിലൊന്നും ഒരു താല്പര്യവും. ഈ ദീപുവിന്റെ ഒരു കാര്യം ഈ കൂട്ടത്തിൽ ഒന്നും കൂടാതെ നടക്കുകയാ. അവന്റെ ഹോസ്റ്റൽ ഫീസൊന്നും അടച്ചില്ല, അതിന്റെ ടെൻഷനായിരിക്കും. പാവം. ഓ, അതൊന്നും അല്ല. അതെന്താ? കഴിഞ്ഞ തവണ അവന്റെ പപ്പ പണമയച്ചു കൊടുത്തതാണല്ലോ, അല്ലേ? എന്നിട്ട് മുഴുവനും തീർത്തോ? അവനിപ്പോ കുറെ കൂട്ടുകാരെ കിട്ടി, അതെല്ലാം തീർത്തു. എല്ലാം ചീത്ത കൂട്ടുകെട്ടുകളാ. ഈ മാത്യുവിനൊരു കാര്യം. മാത്യുവിന് എങ്ങനെ അറിയാം അവരെ പറ്റി? അവര് നമ്മുടെ സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരാ, ഭയങ്കര ബഹളക്കാരും. മാത്യു, വാ, അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പൊയ്ക്കോ, ഞാൻ ഏതായാലും ദീപുവുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ.
സംസാരിക്കാനാണോ? ദീപു, നിനക്കെന്തു പറ്റി? നിന്നെ ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. ഏയ്, ഒന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച്. അതല്ല, നിന്നെ എനിക്കറിയാമല്ലോ. ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. അതെല്ലാം നിന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ശരി, സമ്മതിച്ചു. എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ കളിക്കാൻ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കെന്തു പറ്റി? നീ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. ഏയ്, ഒരു കുഴപ്പവും ഇല്ല. അതെല്ലാം നിന്റെ തോന്നലുകളാണ്. അല്ല, തീർച്ചയായും നിനക്കെന്തോ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? നിനക്കെപ്പോഴും ഈ ഫോൺ വിളി മാത്രമാണ്. ആരെയാണ് നീ ഇത്രമാത്രം വിളിക്കുന്നത്? ഓ, അതോ? അതെന്റെ കൂട്ടുകാരൻ പ്രിൻസാണ്. ഓ, അപ്പോ നീ പ്രിൻസിന്റെ വലയിൽ അകപ്പെട്ടോ? അവനെന്താ കുഴപ്പം ആ പ്രിൻസിന്? അവനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല ദീപു. ഓ, അത് കുഴപ്പമൊന്നുമില്ല. എന്നെ ഫൈനാൻസിന്റെ കാര്യത്തിൽ സഹായിക്കുന്നവനാണ് പ്രിൻസ്. ഓ, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. ദീപു, അവനുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട് ചീത്തയാണ്. എന്തു കൂട്ടുകെട്ട്? അത് മറ്റുള്ളവരെല്ലാം ചുമ്മാ പറയുന്നതാ. അവന് നമ്മുടെ സ്കൂളിൽ മയക്കുമരുന്ന് മിഠായി കച്ചവടമുണ്ട്. അവൻ അതിന്റെ ഏജന്റുമാണ്. അതൊന്നുമില്ല. ഏതു സമയത്തും ഇഷ്ടം പോലെ പണമുണ്ട് അവന്റെ കയ്യിൽ. അത് തന്നെയാ ഞാനും പറയുന്നത്. ആ കൂട്ട് അത്ര നല്ലതല്ല. നീ എന്തെങ്കിലും കുഴപ്പത്തിലാകും. ഞാൻ അവന് വാക്ക് കൊടുത്തു, അവന്റെ കൂടെ ഞാനും കൂടാമെന്ന്. എനിക്കിപ്പോ പണത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അത് ശരിയല്ല. നീ കാണിക്കുന്നത് ശരിയല്ല. നീയായിട്ട് ഇത് ആരോടും പറയരുത്. എന്നെ നീ ബുദ്ധിമുട്ടിക്കരുത്. ദീപു, നീ സ്വയം അപകടത്തിൽ ചാടുകയാണോ? ചെമ്പാ, പാച്ചു, ദീപും മാത്യുവും തമ്മിൽ ഈയിടെയായി കാര്യമായി എന്തോ സംസാരിക്കുന്നുണ്ട്. അത് അവര് തമ്മിൽ എന്തോ കഥയൊക്കെ പറയുന്നതാ. ഏയ്, അതൊന്നും അല്ല. എന്തോ കാര്യമായ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദീപുവിന് എന്തോ കുഴപ്പമുണ്ട്. ഓ, അതൊക്കെ നിന്റെ തോന്നലുകളാ. അല്ല, ദീപുവും മാത്യുവും തമ്മിൽ വഴക്കിടുന്നത് ഞാൻ ദേ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവര് തമ്മിൽ അങ്ങനെ വഴക്കിടാറില്ല പാച്ചു. ദീപു വളരെ പാവാ. പക്ഷേ ആളൊരു എടുത്തിയാട്ടക്കാരനാ. ആ, അത് ശരിയാ ചെമ്പാ. എടുത്തുചാട്ടം നല്ലതല്ല. അവസാനം അതൊരു കെണിയാകും. എങ്ങനെയെങ്കിലും ദീപുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർക്ക് വല്ല അപകടവും സംഭവിച്ചാൽ? അത് ശരിയാ. അവരൊക്കെയാ നമ്മുടെ ശക്തിയും രക്ഷയും. അവർ ഐക്യത്തോടെ കഴിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവർ വഴക്കിടാൻ പാടില്ല. അത് ശരിയാ. ദീപുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ മാഷ് ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി. മാഷിന്റെ ആ ശ്രമം വിജയിച്ചാൽ നന്നായി. മാഷു പറഞ്ഞ ദീപു കേൾക്കും. ജോളി, നീയും ദീപുവും തമ്മിൽ എന്താ വഴക്കുണ്ടായത്? ദീപുവിനെ കൂട്ടുകാരെല്ലാവരും കൂടി... മാഷേ, ആ ദീപുവായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാ. എന്തുപറ്റി? ഇന്നലെ കടപ്പുറത്ത് വെച്ച് നിങ്ങൾ വലിയ ബഹളമുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. എന്തുപറ്റി? എന്താ കാര്യം? അവന്റെ സ്വഭാവം ഈയിടെയായിട്ട് വളരെ മോശമാണ്. അവന് ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. ആ, അത് നമുക്ക് ശരിയാക്കാം. നിങ്ങൾ വഴക്കുണ്ടാക്കിയത് എന്തിനാണ്? അവൻ മണലിൽ വീടുണ്ടാക്കി. അത് തിരമാല വന്നപ്പോൾ ഒലിച്ചുപോയി. അത് സ്വാഭാവികം മാത്രം. ഉറപ്പുള്ള അടിസ്ഥാനമില്ലാത്ത എല്ലാം ഒലിച്ചുപോകും.
എന്നിട്ട് ജോളിയോ? ഞാനൊരു കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് അതിന്റെ മേളില് ഒരു മൺവീടുണ്ടാക്കി ദീപുനെ കാണിച്ചു. തിരമാല വന്നപ്പോൾ തിരമാലയ്ക്ക് കരിങ്കല്ലിന്റെ പുറത്തിരുന്ന എന്റെ വീടിനെ തൊടാൻ പറ്റിയില്ല. ഇപ്പൊ പിടികിട്ടി. അത് കണ്ടപ്പോ ദീപുവിന് വിഷമം തോന്നിക്കാണും അല്ലേ? നീ അവനെ കളിയാക്കി. മറ്റു കൂട്ടുകാരെല്ലാരും കൂടി ദീപുനെ കളിയാക്കി. ജോളി, ഒരാൾക്ക് തെറ്റ് സംഭവിക്കുമ്പോ അത് അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെ കളിയാക്കേണ്ടിയിരുന്നില്ല. അതെന്താ മാഷേ? നമ്മളൊക്കെ നിലനിൽക്കുന്നത് ഈശോയുടെ ജീവിതത്തിലും ഈശോയുടെ സന്ദേശത്തിലുമൊക്കെ അടിസ്ഥാനമാക്കിയാണ്. മാഷ് പറഞ്ഞു വരുന്നത്? ഈശോയുടെ കൽപ്പനകളിൽ അടിസ്ഥാനമാക്കി നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്ന് കൽപ്പിച്ചത് പ്രമാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതെന്താ? അതെ ജോളി, നീ പലവട്ടം തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ നീ ദീപുവിനോട് ക്ഷമിക്കണമായിരുന്നു. അല്ലാതെ അവനോട് കലഹിക്കാൻ പാടില്ലായിരുന്നു. അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ദൈവസ്നേഹത്താൽ യഥാ സ്നാനപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. അതിന് ഞാനധികം കുറ്റപ്പെടുത്തിയൊന്നുമില്ല. ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പണിയണമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതവനെ ഓർമ്മപ്പെടുത്തുകയാ ചെയ്തത്. ജോളി, വിശുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഉറപ്പില്ലാത്ത വീട് പണിയുന്നവനോട് തുല്യനാണ്. ജലപ്രവാഹം അതിൽ ആഞ്ഞടിച്ചാൽ അത് തകർന്ന് തരിപ്പണമാകും. നിനക്കത് അറിയില്ലേ? ഞാനപ്പോൾ മാഷേ, മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഈശോ പറഞ്ഞപ്പോ അത് മറന്ന് ജീവിക്കുന്നവർ ഉറപ്പില്ലാത്ത മണലിൽ വീട് പണിയുന്ന ആളിന് തുല്യമല്ലേ? എനിക്ക് തെറ്റുപറ്റി മാഷേ. ഞാനതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. സാരമില്ല മോളെ, ഒരിക്കലും നീ ഇനി തെറ്റുകൾ ആവർത്തിക്കരുത്. ഞാൻ ദീപുവിനെ നാളെ കാണുന്നുണ്ട്. അവന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ? ദീപുവിന് എന്തു പറ്റി ഇത്രമാത്രം ദേഷ്യപ്പെടാൻ? അവരൊക്കെ നിന്റെ കൂട്ടുകാരല്ലേ? കൂട്ടുകാരൊക്കെയാണ്. പക്ഷേ ഏതു സമയത്തും എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചാൽ ഇഷ്ടപ്പെടുമോ ആർക്കായാലും? എപ്പോഴും അവർക്കെന്നെ കുറ്റപ്പെടുത്താനാണ് സമയം. ഒരു വീട് പണിയും മണലും. ദീപു, 2 തരത്തിലുള്ള പണി അവിടെ കണ്ടില്ലേ? മാഷ് പറഞ്ഞു വരുന്നത്? ഒന്ന് ദീപു മണലിൽ പണിത് വീട്, മറ്റൊന്ന് ജോളി കരിങ്കല്ലിന്റെ പുറത്ത് പണിത് വീട്. അത് കണ്ടില്ലേ? അതിൽ തിരമാല വന്നപ്പോൾ വീണത് ഏത് വീടാണ്? തിരമാല വന്നപ്പോൾ വീണത് ഞാൻ പണിത മണലിലെ വീട്. അത് വീഴുവാനുള്ള കാരണം? അത് നിസ്സാര ഉത്തരം. അതിന് അടിസ്ഥാനപരമായി ഉറപ്പുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് കാരണം. ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ഉറപ്പില്ലാത്ത അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തിരമാല വരുമ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വീണുപോകും. മാഷ് പറഞ്ഞു വരുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ തിരുവചനം കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണിയപ്പെടുന്നതിനെപ്പറ്റി ഈശോ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? ഈശോയുടെ വചനം കേൾക്കാതെയും അവിടുത്തെ കൽപ്പനകൾ കേൾക്കാതെയും നമ്മളെടുക്കുന്ന തീരുമാനമെല്ലാം ഇതുപോലെയാകും, മണലിൽ പണിത വീട് പോലെ. അത് മാഷ് പറഞ്ഞു വരുന്നത്? അവിടുത്തെ ഹിതം മനസ്സിലാക്കി നമ്മളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈശോ നമ്മളെ നല്ലൊരു ഉപകരണമാക്കി മാറ്റും. അവിടുത്തെ തിരുവചനത്തിൽ നിലനിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ അനുയായികൾ. എനിക്ക് ഇപ്പോൾ മനസ്സിലായി മണലിൽ പണിയുന്നതും പാറമേൽ പണിയുന്നതും തമ്മിലുള്ള വ്യത്യാസം. പാറമേൽ അടിസ്ഥാനം ഇട്ടതൊന്നും എത്ര പ്രതികൂലങ്ങൾ വന്നാലും തകരില്ല. നമ്മൾ ഈശോയിൽ അവിടുത്തെ നാമത്തിൽ പൂർണ്ണ വിശ്വാസത്തിലാണെങ്കിൽ ഒരാൾക്കും നമ്മളെ ഒരു തെറ്റിലേക്ക് നയിക്കാൻ കഴിയില്ല. ഒരു പ്രതികൂലത്തിനും നമ്മളെ തകർക്കാനും കഴിയില്ല. കാരണം അവിടുന്നാണ് നമ്മുടെ രക്ഷകൻ. അവിടെയാണ് നമ്മുടെ അടിസ്ഥാനം. ക്രിസ്തുവാകുന്ന പാറയിലാണ് നമ്മുടെ ജീവിതം ഉറപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ശരിയാണ് മാഷേ. എന്റെ കൂട്ടുകാരോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പാടില്ലായിരുന്നു. സാരമില്ല ദീപു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. വരൂ. അതാ ദീപു മാഷും വരുന്നുണ്ടല്ലോ. ശരിയാണല്ലോ. എന്താണ് അവരിങ്ങോട്ട് വരുന്നത്?
നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല ദീപു. കൂട്ടുകാരെ, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. നമ്മൾ ജീവിതം പണിയേണ്ടത് ഉറപ്പുള്ള പാറയിൽ നിന്നാണ്, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന്. ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് ഉറപ്പുള്ള അടിസ്ഥാനമാകുന്നത്, ഉറപ്പുള്ള ജീവിതവും. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി.